ഹലോ ഗൈസ്, നമസ്കാരം. നമ്മളിന്ന് വന്നേക്കുന്നത് സമുദ്ര ബീച്ച്. ഇത് ട്രിവാൻഡ്രത്താണ് വരുന്നത്. പിന്നെ ബീച്ചിൽ ഇപ്പോൾ കോവളം, ശംഖുമുഖം തുടങ്ങിയ ബീച്ചുകളിൽ ഒരു സ്പെഷ്യൽ ബീച്ചാണ് ഇത് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. നമ്മളതിലേക്ക് പോകുന്നുണ്ട്. ക്രിയേറ്റീവ് ലൈഫ് വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ആലമരമുണ്ട്. ആലമരത്തിൽ ദൈവമാണെന്ന് പിടിയില്ല, നാഗരാജനാണോ? അതിൻ്റെ ഫ്രണ്ടിലാണ്, ബീച്ചിൻ്റെ ഫ്രണ്ടിലാണ് പറയുന്നത്. ഇവിടെ കുറേ ഫോട്ടോഷൂട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കും. കുറേ ഈ പ്രീ വെഡ്ഡിങ് ഷൂട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ വന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാനത് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടത്. അമ്പലമാണ്, അയ്യപ്പസ്വാമി ക്ഷേത്രമാണ്, ശാസ്താവ്. ഇതാണ് ആ ബീച്ചിൻ്റെ എൻട്രൻസ് വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു റിസോർട്ട് വരും. ഇത് KTDCയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പുറത്ത് നമ്മൾ കോവളം ബീച്ച് ഞാനൊരു എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട്. ആ കോവളം ബീച്ചിൻ്റെയും ഹവ ബീച്ചിൻ്റെയും പുറത്ത് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ സമുദ്ര ബീച്ച് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും അടുത്തൊരു തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 3 കൊല്ലം ഉണ്ടാവും, അടുപ്പിച്ചുണ്ടാവും. അത് ഹവ സമുദ്ര ബീച്ച് ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പ്യൂർ ബീച്ച് റെസ്റ്റോറൻറ്റ്, ഹോട്ടലൊക്കെ ഉണ്ട്. നമ്മൾ അകത്തേക്ക് പോവാം. ഇവിടെ പ്രീ വെഡ്ഡിങ് ഷൂട്ട്, ഞാൻ പറഞ്ഞില്ലേ, പ്രീ വെഡ്ഡിങ് ഷൂട്ടും പിന്നെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടും തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ പിള്ളേർ കളിക്കാനുള്ള സ്കാറ്റിങ്, ബാഡ്മിൻ്റൺ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ആർട്ട് ഫിനിഷിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കമ്പ്ലീറ്റ്ലി ആർട്ട് രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കോവളം സമുദ്ര ബീച്ച്, ഗോഡ്സ് ഓൺ കൺട്രി. ഫുട്ബോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കളിക്കാനൊക്കെ ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് പിള്ളേർ ഫുട്ബോൾ, സ്കാറ്റിങ്. ഞാൻ പ്രൊഫഷൻ വന്നപ്പം നല്ല ഫുട്ബോൾ ടീം കളികളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. തിരക്ക് വളരെ കുറവാണ്. ഇത് ലാപ്ടോസ ലോകമാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഓടി കളിക്കുകയാണ്, എനിക്കിഷ്ടം. ഈ കുട്ടി ഓടി കളിക്കുക ബോൾ കണ്ടിട്ട്. ഇത് സന്ധ്യാസമയമായി. സന്ധ്യാസമയത്ത് തന്നെ ഇവിടെ നല്ല രസമാണ് കാണാൻ. കാരണം ഫുൾ ലൈറ്റ്, ഒരു ആംബിയൻ്റ് ലുക്ക്, നല്ല രസമായിരിക്കും ഇവിടുത്തെ ആംബിയൻ്റ്. ഞാൻ പോയ പ്രാവശ്യം വന്നപ്പോൾ ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ട്, പ്രീ വെഡിങ് ഷൂട്ടും മറ്റുള്ള കാര്യം, ബർത്ത്ഡേ ഫോട്ടോഷൂട്ട്സൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് മറ്റേ KTDCയുടെ ഡിപ്പാർട്ട്മെൻറ്റ്, അവരുടെ ഒരു റിസോർട്ടാണത്. ഇത് കോവളം ബീച്ച്, അതിൻ്റെ കണ്ടിന്യൂഷൻ ബീച്ചാണത്. ഞാൻ പോകുന്ന വഴിക്ക് ലാപ്ടോപ്പ് അതും വരും. ഞാൻ പറഞ്ഞില്ലേ, നല്ല ചിത്രങ്ങളൊക്കെ പണിയുന്നു. നല്ല രസമാണ് ഇത് കാണാൻ. ഇപ്പോൾ ലൈറ്റ് അതായത് ഈ സമയത്ത് ഞാൻ വന്നത്.
ലൈറ്റ്സും മറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. അതൊന്നൊരു കോഫി ഷോപ്പാണ്, പക്ഷേ പോരാ, അവിടുത്തെ ഫുഡ് അത്ര മെച്ചമുള്ള കാര്യങ്ങളല്ല. ഇവിടെയും കുറേ ആർട്ട് വർക്കുണ്ട്. ഫുൾ ആർട്ട് വർക്കാണ് കംപ്ലീറ്റ്ലി ഇവിടെ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ബീച്ച് എന്ന് പറയുന്നത് സമുദ്ര ബീച്ചൊന്ന് ഒരു ഡിഫറെൻ്റ് ആംബിയൻ്റാണ് ഇവിടെ. പ്രീ വെഡിങ് ഷൂട്ടാണെന്ന് തോന്നുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ബീച്ചാണിത്. കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്ന ആ സെയിം സാധനമാണ്. നല്ല പൂക്കളെല്ലാം കളർഫുള്ളായിട്ടുണ്ട്. ലൈറ്റുകളൊക്കെ ഇടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോൾ എൻ്റെ ആംബിയൻ ലുക്ക് വേറെ. റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ബീച്ചാണ് സമുദ്രം. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടു. ഇപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. രസം നോക്കി ലൈറ്റൊക്കെ വന്നപ്പോൾ ഇപ്പോൾ നല്ല ഇരുട്ടി കേട്ടോ. പക്ഷേ ഈ ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് നമുക്ക് ഇത്ര ക്ലിയറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റാണ് നല്ല രസം കാണാനായിട്ട്. അതിൻ്റെ ഒറ്റൊരു വെട്ടാണ് കേട്ടോ. അതാണ് ഈ സ്റ്റൈലിലുള്ള ലൈറ്റാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും കൊടുത്തേക്കുന്നത്. ഇവിടെയും തെളിവുകളും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സ്ഥലം. ഇത് മേളിൽ നിന്നും നമുക്ക് ചായ പലഹാരങ്ങൾ, ബീച്ചിൻ്റെ തീരത്ത് നിന്നും നമുക്ക് ചായ കുടിക്കാം. ഇവിടുത്തെ കഫേ കൊള്ളാം കേട്ടോ, നല്ല കഫേയാണ്. ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇതാണ് ആ കഫേ, ആ സ്ഥലത്താണ്, അവിടെയാണ് കഫേ വരുന്നത്. പിന്നെ ചെറിയ ചെറിയ കടകളിലൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം വരിക. കണ്ടോ, നല്ല ആംബിയൻ്റാണ്. നല്ല ഇരുട്ടായി കേട്ടോ. ഇരുട്ടത്ത് വീഡിയോ എടുക്കുന്ന ലൈറ്റിംഗ് ഇല്ലാതെ പാടാണ്. ഇവിടെ ലൈറ്റിംഗ് വളരെ കുറവാണ്. നമ്മളല്ലേ KTDCയുടെ ഹോട്ടലാണ് അവിടെ കാണുന്നത്. ആ ലൈറ്റ് ഫുൾ ആൻഡ് ഫുൾ ലൈറ്റ് കാണുന്നില്ലേ? ഞാൻ നേരത്തെ കോവളം ബീച്ചിൻ്റെ വീഡിയോയിലുണ്ട്,
ആ വീടിൻ്റെ ലിങ്ക് ഒന്ന് ഞാൻ ഇതിലേക്ക് ഇട്ടേക്കാം. അത് കണ്ടാൽ മനസ്സിലാവും. അപ്പുറത്തെ സൈഡാണ് ആ സംഭവം വരുന്നത്. ആ ഹോട്ടലിൻ്റെ എൻട്രൻസ് വരുന്നത് അപ്പുറത്തെ സൈഡാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി അതൊരു പിറകോട്ടാണ്, അതിൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത് ഈ ബീച്ച് എന്ന് പറയുന്നത്, സമുദ്ര ബീച്ച്. ഈ സമുദ്രത്തിൻ്റെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ്. ഈ കടത്തിരുന്ന ചേട്ടൻ, ഈ ചേട്ടനാണ് ഈ കോഫി കൊണ്ടുവരുന്നത് ഈ വെള്ളത്തിൽ കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു കോഫി ഓർഡർ ചെയ്യും എന്തായാലും. ഇപ്പോൾ കാണിച്ചു തരാം. ഉണ്ടോ? ഇവിടുത്തെ കഫേ കൊള്ളാം, നല്ല കഫേ. പക്ഷേ അപ്പുറത്ത് ഞാൻ നേരത്തെ കാണിച്ച കഫേ ഒട്ടും കൊള്ളത്തില്ല. പോരാ. കോഫിയും കൊള്ളത്തില്ല, പിന്നെ പലഹാരം മറ്റുള്ള കാര്യങ്ങളൊന്നും കൊള്ളത്തില്ല. പ്രൈസും കൂടുതലാണ്. കോഫിക്കൊക്കെ എത്ര 30-40 തവണ വരുന്നത്. പക്ഷേ ഇവിടെ പൈസ കൊടുത്താലും കുഴപ്പമില്ല, നല്ല ചായയും കോഫിയൊക്കെയാണ് കിട്ടുന്നത്. പലഹാരങ്ങൾക്കെല്ലാം പിന്നെ ഫുഡിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് കടകളും കമ്പോളങ്ങളൊക്കെ വരുന്നത്. ഫാൻസി ഐറ്റംസ്, പിന്നെ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ, പിന്നെ ഇതേപോലത്തെ ഡ്രസ്സുകൾ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നില്ല. കുറച്ച് ഫാൻസി ഐറ്റംസ് ആണ് ഇതൊക്കെ. ഫാൻസി ഐറ്റംസിൽ കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് കാര്യങ്ങൾ മറ്റുള്ള ഈ ഷോളൊക്കെ മാളിലാണെങ്കിൽ ഏകദേശം 13 രൂപ 14 രൂപയാണ് വരുന്നത്. 14,000 ഞാൻ ഒരു വർഷം ചോദിച്ച സമയത്ത്. പക്ഷേ ആൾമോസ്റ്റ് രണ്ടിൻ്റെ ക്വാളിറ്റി ഏതാണ്ട് ഒന്നുപോലെ തന്നെ ഉണ്ടായിരുന്നു. മാളിലെടുക്കും വേറെ തിരിക്കൽ ഇറക്കി ഇതാണ് മറ്റേ കോഫി ഷോപ്പ്, കഫേ, ചെറിയൊരു കപ്പ്, അവിടെ ക്യാൻഡിലൊക്കെ വരുന്നത്. ഇത് കടകളൊക്കെ കാണിച്ചാൽ ചെറിയാണ് കേട്ടോ, 4-5 ഉള്ളൂ. അത്രയും ഹാൻഡിക്രാഫ്റ്റിന് ഷോപ്സാണ് കൂടുതൽ. എക്സോട്ടിക് എക്സോട്ടിക് ഷോപ്സാണ്. എക്സോട്ടിക് സാധനങ്ങളാണ്, ഫുള്ള് ഹാൻഡിക്രാഫ്റ്റ്സാണ്. ഇത് നല്ല രസമാണ്. ചിലർക്ക് ഇതൊരു ഹരമായിട്ട് മാറും. ഈ ഷോക്കേഴ്സൊക്കെ ചെയ്യാനായിട്ട് വീട്ടിലൊക്കെ അങ്ങനെ രീതിയിൽ ആർട്ടിഫിഷ്യൽ ചെയ്യുന്നവർക്ക് കൊള്ളാം. അവർക്ക് തന്നെ ആ ഡയറക്ഷനൊക്കെ വെച്ചിട്ട് ഇന്ത്യൻ വർക്കൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ല രസമാണ്. അവർക്കത് ക്രൈസ് കൂടുതലായിരിക്കും അവർക്കൊക്കെ. അവിടെ തന്തൂരിയാണെന്ന് തോന്നുന്നു. ഇവിടെ പോകുന്നു ഇപ്പോഴാണ് കണ്ടത്. തന്തൂരി ഐറ്റംസ് കൊള്ളാൻ പരിപാടി. റോക്ക് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, മെക്സിക്കൻ റെസ്റ്റോറൻറ്റ്, റോക്ക് റെസ്റ്റോറൻറ്റ്. കൊള്ളാൻ തോന്നുന്നു. ഞാൻ അതിൽ വെച്ചിട്ടൊന്നുമില്ല. ഇവിടെ ഇരുന്ന് കടലുണ്ട്, കാറ്റൊക്കെ കൊണ്ട് നമുക്ക് കഴിക്കാം. നല്ലൊരു ആംബിയൻറ്റ്. ഒത്തിരി ന്യൂ ജനറേഷൻസൊക്കെ ഒത്തിരി പേര്, ന്യൂ ജനറേഷൻ എന്നല്ല, പ്രത്യേകിച്ച് എല്ലാവരും മോസ്റ്റ് ഓഫ് ആഗ്രഹിക്കുന്ന സംഭവമാണ് ഈ ആംബിയൻ്റ് ഇരുന്ന് കഴിക്കുന്നത്, നമുക്കൊന്ന് റിലാക്സേഷൻ ചെയ്യുന്നത്. ഒരാളെ കാണിച്ചു ഒന്ന് പൈസ നോക്കി പോകുന്നു. ഇവിടെ സ്ഥിരം ആളാണെന്ന് നോക്കാം. തന്തൂരൊക്കെ കഴിക്കുന്ന ആളാണ്, തന്തൂരായി ഇരിക്കുന്ന ആളാണ്, അതിൻ്റെ ബന്ധുവാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ കംപ്ലീറ്റ് ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളുണ്ട്. ആർട്ട് പേരിട്ടേക്കുന്നത്. എന്താണ് അടിപൊളി ആംബിയൻ്റ് കേട്ടോ. റെസ്റ്റോറൻറ്റ് വിട്ട് റിസോർട്ടാണെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് കാണുന്നത്. ഇതപ്പുറത്തേക്കാണ് വരേണ്ടത്. ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഞാൻ നിൽക്കുന്നത്. ഈ ബീച്ചിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് വരുന്നത്. ആംബിയൻ്റ് അല്ലേ.
ഹോട്ടലിൽ പോയി നോക്കാം. ഇതാണ് ആ ഹോട്ടൽ. ഇതാണ് കേട്ടോ ഹോട്ടൽ. സ്വിമ്മിങ് പൂള്, കുറേ ക്ലാസ്സൊക്കെ ഉള്ള ഹോട്ടൽ, റെസ്റ്റോറൻ്റ്, സോറി ഹോട്ടലാണ്, റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇവിടെ കുറച്ച് പേര് പട്ടാക്കം ഇട്ട് കളിക്കുന്നു ഉണ്ടായിരുന്നു. പട്ടം വിട്ട് കളി, പട്ടം പറ്റിയ സ്ഥലമാണ്, അത് നല്ല കാറ്റുണ്ട്. ഇതാണ് ആ ബിൽഡിങ്. പക്ഷെ ഇന്നാണ് ഞാൻ ഈ ഹോട്ടൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല, ഇന്നാണ് ആദ്യമായിട്ട് വരുന്നത് ഇങ്ങോട്ടേക്ക്. ഞാൻ നേരത്തെ കണ്ട ആ ഷോപ്പ്, ആ ഹാൻഡിക്രാഫ്റ്റ് കടകൾ വരെ ഞാൻ വന്നിട്ടുള്ളൂ. ഇത് ഇന്നാണ് ഇത്ര മനോഹരമായിട്ട് കാണാൻ സാധിച്ചത്. ഹോട്ടലിൻ്റെ പേരെനിക്ക് അറിയത്തില്ല. അപ്പുറ സൈഡാണ്, ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. വൈഡ് ആംഗിൾ ഞാൻ കാണിച്ചു തരാണ്. ഓക്കെ, ഇപ്പം ഇത് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടുത്തെ ആംബിയൻ മൊത്തം ഞാൻ കാണിച്ചു കഴിഞ്ഞു ഈ വീഡിയോയിൽ. അപ്പം ഇനി അടുത്തൊരു പുതിയൊരു എപ്പിസോഡുമായി ഞാൻ വരാം. എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനലിനെ, ക്രിയേറ്റീവ് ലൈഫ് വ്ലോഗ് യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട്. ഇന്നൊരു പുതിയൊരു എപ്പിസോഡും പുതിയൊരു കാഴ്ചകളുമായി ഞാൻ തിരിച്ചു വരും. അപ്പം ഏവർക്കും നന്ദിയുണ്ട്. താങ്ക് യു. ഗുഡ് ബൈ. ടേക്ക് കെയർ.